ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോയുമായിട്ട് വരുന്നത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എത്ര പേരുടെ അടുത്തോട്ട് എത്തുമെന്ന് എനിക്കറിയില്ല. ഇടയ്ക്ക് നാട്ടിലൊന്ന് പോയി വന്നു. അവിടുന്ന് കുറേ വീഡിയോസ് ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇടാമെന്ന് വെച്ച് എടുത്തത് വെച്ച് തന്നെ ഗാലറി ഫുള്ളായിരുന്നു. പിന്നെ അതൊന്നും പോസ്റ്റ് ചെയ്യൽ ഫുള്ളായിട്ട് നടന്നുമില്ല. അത് ഡിലീറ്റ് ആക്കാൻ മനസ്സും വന്നില്ല. കുറേ നാൾ വീഡിയോസ് ഇടാതായപ്പം എങ്ങനെയാണ് വീഡിയോസ് ഇടണ്ടേന്ന് തന്നെ മറന്നു പോയതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, മടി, പിന്നെ നമുക്ക് ചെയ്യാൻ മടിയുള്ളപ്പോൾ നമ്മൾ ചെയ്യാതിരിക്കാനുള്ള എക്സ്ക്യൂസസ് സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിക്കുമല്ലോ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ലോങ് വീഡിയോസ് ഇടാത്തതിനെ കുറിച്ചൊക്കെ കമന്റ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ നിങ്ങളുടെ ആരുടെയും മെസ്സേജസിനെ ഇഗ്നോർ ചെയ്തതല്ല, ശരിക്കും ചെയ്യാൻ പറ്റാണ്ടായി പോയതാണ്. ഇന്നിപ്പം വിഷു തലേ ദിവസമാണ്. നമ്മൾ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അവിടെ നമ്മുടെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റിയെടുത്ത് പുളിവെള്ളമൊക്കെ ആഡ് ചെയ്ത് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് ശർക്കരപ്പൊടി, ഒരു 1-1.5 സ്പൂൺ ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. സാമ്പാറിനകത്ത് നമ്മൾ ഇത്തിരി ശർക്കരപ്പൊടി ഇടുമ്പോൾ എനിക്കതിൻ്റെ ടേസ്റ്റ് കുറച്ച് ബെറ്റർ ആവുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച കഷ്ണങ്ങളും കൂടി ആഡ് ചെയ്ത് ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം, തിളച്ച വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പം കായൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പുളി ഒഴിക്കുന്ന സാധനങ്ങൾക്ക് ഒരിത്തിരി മധുരം ഇടുമ്പം ആ ഒരു ടേസ്റ്റ് ബെറ്റർ ആവത്തില്ലേ? പായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പൊടിക്ക് ഉപ്പിടുന്ന പോലെ. ലാസ്റ്റ് ഇതാ മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ചേർത്ത് അത് അടച്ചു വെച്ചിട്ടുണ്ട്. അമ്മ അവിടെ തോരൻ്റെ പരിപാടികൾക്ക് ക്യാബേജ് റെഡിയാക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു സൈഡിൽ നിന്ന് ക്ലീനിങ് പരിപാടികളും കൂടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ക്ലീനിങ് പൊതുവെ എനിക്ക് നല്ല മടിയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളിത് പെൻഡിങ് ഇടാതെ ചെയ്തില്ല. ഒരുപാട് കൂടി കിടന്നാൽ എനിക്ക് ഒട്ടും ചെയ്യാൻ തോന്നത്തേയില്ല. അപ്പോൾ ദാ സൈഡിൽ നിന്ന് ഞാൻ ഒരു പാത്രം ഒതുക്കി, പാത്രം ഇനി പുതിയത് കഴുകി വെക്കണം. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ണൻ, അതായത് എൻ്റെ ആങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അമ്മ കണ്ണനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് തോരനൊക്കെ റെഡിയാക്കണം. അപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ പാത്രങ്ങളൊക്കെ പെറുക്കി വെച്ചു. പാത്രങ്ങൾ സിങ്കിൽ കിടന്നത് കഴുകിയും വെക്കുന്നുണ്ട്. അത് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേവിച്ച പാത്രമാണ്. അപ്പോൾ ദാ ഒരു സൈഡിൽ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അവിയൽ കുക്കറിലാണ് ഇപ്പം നമ്മൾ വെക്കുന്നത്. നല്ല പറ്റി നല്ല കറക്റ്റ് പരുവത്തിൽ തന്നെ കിട്ടും. അതൊരു നമ്മൾ ആ ഒരു കണക്കിനങ്ങ് വെച്ചാൽ മതി. അപ്പം കുക്കറിൽ നമ്മൾ അവിയലും സാമ്പാറും ഒക്കെ റെഡിയാക്കി. ഇനിയിപ്പോൾ അതാ തോരൻ്റെ പരിപാടിയാണ്. അപ്പോൾ അത് ക്യാബേജ് തോരനാണ്. വൈറ്റ് കളറിലാണ് വെക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ടൊരു ഇത്തിരി ഇഞ്ചിയും കൂടെ അരിഞ്ഞിടുകയാണെന്നുണ്ടെങ്കിൽ ക്യാബേജ് തോരൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പ്രാവശ്യം മഞ്ഞൾപ്പൊടി ഇട്ടല്ല വെക്കുന്നത്, വൈറ്റ് കളറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ അരിഞ്ഞു വന്നപ്പോഴത്തേക്കും അമ്മയുടെ രാവിലെ ഷുഗർ നോക്കിയിട്ടുണ്ടായിരുന്നു കഴിക്കുന്നതിന് മുമ്പ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 2 hours ആയി. അപ്പം ഇനി അടുത്തത് നമ്മൾ കഴിച്ചു കഴിഞ്ഞുള്ളത് ഷുഗർ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അമ്മ ഇത്രയും ദിവസവും ഇവിടെ ഷുഗർ നോക്കിക്കൊണ്ടിരുന്നു ഒരു പഴയ മെഷീനിൽ പഴയ സ്ട്രിപ്സ് വെച്ചിട്ടാണ്. അപ്പോൾ എപ്പോഴും ഷുഗർ കുറവാണെന്നാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈയിടെ പുതിയൊരു മെഷീൻ വാങ്ങിച്ചിട്ട് പുതിയ മെഷീനിൽ നോക്കിയപ്പോഴാണ് പെട്ടു മുതലാളി എന്ന് പറയുന്ന അവസ്ഥയായത്. ഇത്രയും ദിവസവും ഷുഗർ കൂടുതൽ തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പം കുറച്ച് അതിൻ്റെ ഒരു വിഷമത്തിലാണ്. അപ്പോൾ ഇതാ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉഴുന്നും കൂടി കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ക്യാബേജൊക്കെ ഇട്ട് ഒന്ന് ആവി കയറി വരുമ്പോഴത്തേക്ക് ക്യാബേജ് വേകുമല്ലോ. ഇനി പച്ചടിയുടെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം. ഇത് നല്ലൊരു സൂപ്പർ പച്ചടിയാണ്. നമ്മുടെ ഏത്തപ്പഴം, പഴുത്ത ഏത്തപ്പഴം വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം നമ്മൾ 4ആയിട്ട് അതിനെ കീറിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ആഡ് ചെയ്യുക. ഇനി അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരല്പം വെള്ളം, അത് വേവാനും മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇതൊരു ആവി കയറുമ്പോൾ തന്നെ വേവും. ഇനി അരപ്പിന് തേങ്ങ ഇത്തിരി വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചു വെച്ചിട്ടുമുണ്ട്. ഇതൊരു മധുരപ്പച്ചടി ആയതുകൊണ്ട് നമ്മുടെ സദ്യയുടെ കൂടെ ഒക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം നാളത്തെ വിഷുവിനൊരു സദ്യ ഒരുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ വിഷുവിന് യൂഷ്വലി നമ്മൾ ഇവിടെ വിളക്കത്തൊന്നും വിളമ്പാറില്ല. ഓണത്തിനാണ് വിളക്കത്ത് വിളമ്പാറുള്ളത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കറികളൊക്കെ അങ്ങ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഏത്തപ്പഴം വെന്ത് വന്നപ്പം നമ്മൾ അരച്ചു വെച്ച ആ ഒരു അരപ്പും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് തിള വരണം. അതൊന്ന് ചൂടായി, നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്ത് അത് അടച്ചു വയ്ക്കുക. അപ്പം ഇനി അത് ആറിയിട്ട് വേണം നമുക്ക് അതിനകത്തോട്ട് തൈര് ആഡ് ചെയ്ത് കൊടുത്ത് കടുക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. പച്ചടി പുളിശ്ശേരിയൊക്കെ നമുക്ക് തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇന്നിപ്പം നമ്മൾ അവിയൽ, സാമ്പാർ, തോരൻ, പച്ചടി ഇത്രയും ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് നാളെ നമുക്ക് ബാക്കി കറികൾ ഉണ്ടാക്കാം. പച്ചടി ഒന്ന് ചൂടാറി വരുന്ന സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു തറയും കൂടെ ഒന്ന് തൂത്തുവാരി എടുക്കാമെന്ന്. ഇപ്പോൾ ഇതാ പച്ചടി ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ആഡ് ചെയ്യാം. അപ്പോൾ തൈര് മിക്സിയിലൊക്കെ അടിച്ചൊഴിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ലൂസായിപ്പോൾ അപ്പം ഞാൻ കൈകൊണ്ട് തന്നെ നമ്മുടെ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഇച്ചിരി കൂടി ഒരു തിക്ക് ഗ്രേവി ആയിട്ട് ഇരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിനകത്ത് പഞ്ചസാര ഇച്ചിരി ഞാൻ ചേർത്തിട്ടുണ്ട്. മധുരം കുറവായതുകൊണ്ട് അത് നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. ഇനിയും കടുക് വറുത്തിട്ട് നമ്മുടെ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് വെളിച്ചെണ്ണയിൽ കടുക് വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പച്ചടി റെഡിയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. പിന്നെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. പുതിയ മെഷീൻ യൂസ് ചെയ്തപ്പോഴാണല്ലോ ഷുഗറിൻ്റെ കറക്റ്റ് വാല്യൂ അറിഞ്ഞത്. അപ്പോൾ അതിൽ വിഷമം പറഞ്ഞ് പുതിയ മെഷീനൊക്കെ കൊണ്ട് തിരിച്ചു വെക്കാൻ പോയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് പപ്പടം കൂടി കാച്ചി വെച്ചേക്കാം.
നാളത്തെ പണി കുറഞ്ഞിരിക്കുമല്ലോ. ഞാൻ എപ്പോഴും ഈ കിച്ചൺ ടോങ്സ് വെച്ചിട്ടാണ് പപ്പടം നമ്മുടെ എണ്ണയിലോട്ട് ഇടുന്നതും എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നതും. നമ്മുടെ പപ്പടം കുത്തിയൊന്നും യൂസ് ചെയ്യാറില്ല. ഇതാവുമ്പോൾ നമ്മുടെ കൈ ഒട്ടും തന്നെ പൊള്ളാണ്ട് നമ്മുടെ എണ്ണയിൽ കുറച്ചുകൂടെ സേഫ് ആയിട്ട് ഇടാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും തന്നെ ഈ കിച്ചൺ ടോങ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ പപ്പടം കാച്ചിയെടുക്കുന്നത്. അതുപോലെ പപ്പടം കാച്ചുന്ന സമയത്ത് നമ്മുടെ കൂർത്ത കത്തി വെച്ച് വല്ലതും ചെറിയ ഒരു ഹോള് ഈ പപ്പടത്തിൻ്റെ സെൻറ്ററിലോ എവിടെയെങ്കിലും ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പപ്പടം ഇങ്ങനെ ബലൂണ് പോലെ വീർത്ത് വരാണ്ട് എന്നാൽ ഈവനായിട്ട് നന്നായിട്ട് പൊള്ളി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ഫ്രോസൺ പപ്പടമാണ് ഞാൻ വാങ്ങിക്കാറ്. എന്നിട്ടങ്ങ് ഫ്രീസ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എക്സ്പയറി ഒന്നും അത്രയും പ്രശ്നമില്ല. ബാക്കി വരുന്നത് ഞാൻ ഇതുപോലെ ഒരു സിപ്ലോക്ക് ബാഗിനകത്ത് കവറോടുകൂടി ഇട്ടങ്ങ് വെക്കുക ചെയ്യുന്നത്. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് കാച്ചിയെടുത്താൽ മതിയല്ലോ. പപ്പടം കാച്ചിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പാത്രം കഴുകുന്ന ആ ഒരു സ്പോഞ്ച് അത്യാവശ്യം അഴുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റി. പിന്നെ ഈ ഒരു പുതിയ സംഭവം നമ്മുടെ ഈ സ്റ്റീലിൻ്റെ സംഭവം ഇല്ലേ, അതും ഡോളറാമിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. 3 എണ്ണത്തിൻ്റെ ഒരു പാക്കാണ്. നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ്. ഇതിൻ്റെ എല്ലാ ഇടപാടും തീർന്നിട്ടുണ്ട്. അപ്പം പാവത്തിനെ മോചിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചു. സ്റ്റീൽ പാത്രമൊക്കെ ഇച്ചിരി അടിക്കൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നമുക്കിത് ക്ലീൻ ചെയ്യാൻ അത് നല്ലതാണല്ലോ. അപ്പം ഞാൻ എപ്പോഴും തന്നെ നമ്മുടെ സ്പോഞ്ച് വാങ്ങിക്കുന്നത് ഡോളറാമെന്നാണ്. $1.25 10 എണ്ണം അവിടെ കിട്ടുന്നത്. ഒരു ഒരാഴ്ച 1.5 ആഴ്ച 2 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും നമുക്കിത് മാറ്റേണ്ടി വരും. അപ്പോൾ എപ്പോഴും മാറ്റേണ്ടതായതുകൊണ്ട് ഭയങ്കര ഹൈഫൈ സാധനങ്ങളൊന്നും ഞാൻ യൂഷ്വലി വാങ്ങിക്കാറില്ല. എപ്പോഴും ഡോളറാമെന്ന് വാങ്ങിക്കുക ചെയ്യാറ്. അത് അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് ചീത്തയാകുമ്പോൾ മാറ്റിയാൽ മതിയല്ലോ. എന്തായാലും മാറ്റുന്നതല്ലേ നല്ലത്. പിന്നെ ഇതും ഡോളറാമയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇത് ബ്ലാക്ക് കളറിലെ, ഞാൻ നേരത്തെ കാണിച്ച സിൽവറിന് പകരം ബ്ലാക്ക് കളറിലെയാണ്. ഇത് തൊട്ട് നോക്കിയപ്പോൾ കുറച്ചും കൂടി അതിന് അരം ഉണ്ടെന്ന് തോന്നുന്നു. അരം എന്നല്ലേ പറയുന്നത്, കുറച്ചുകൂടി റഫ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ക്ലീനിങ്ങിന് കുറച്ചും കൂടി നല്ലതായിരിക്കുമെന്ന് തോന്നിയതുകൊണ്ട് ആ സിൽവർ കളറിലെ മാറ്റിയിട്ട് ഈ ബ്ലാക്ക് കളറിലെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഉണ്ണിയപ്പം നമ്മുടെ വിളക്കത്ത് കണി വെക്കാനായിട്ട് എല്ലാ വർഷവും ഉപയോഗിക്കുന്നതായതുകൊണ്ടാണ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഉണ്ണിയപ്പച്ചട്ടിയാണ്. 12 എണ്ണം ഉണ്ടാക്കാം. ഞാൻ പിന്നെ അതിലോട്ട് നമ്മുടെ വെളിച്ചെണ്ണയും നെയ്യും കൂടെ ഒരുമിച്ച് ചേർത്തിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. ഉണ്ണിയപ്പം തിരിച്ചും മറിച്ചു ഇടാനും കുത്തിയെടുക്കാനും ഒക്കെ ഈ ഒരു സ്ക്യൂർ യൂസ് ചെയ്യും. നല്ല നീളമുള്ള സ്ക്യൂർ ആയതുകൊണ്ട് കുറച്ചുകൂടെ സേഫുമാണ്. തിരിച്ചിടാനും നല്ല എളുപ്പമാണ്. പിന്നെ കുത്തിയെടുക്കാനായാലും നല്ല കൂർത്ത അറ്റം ആയതുകൊണ്ട് നല്ല എളുപ്പമാണ്. ഉണ്ണിയപ്പത്തിന്റെ മാവ് കോരി ഒഴിക്കാൻ തവിയെക്കാട്ടിലും ഗ്ലാസിനെക്കാട്ടിലും നല്ലത് ഇതുപോലൊരു മഗ്ഗാണ്. അപ്പോൾ തവി വെച്ച് ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് കോരി ഒഴിക്കാൻ നല്ല എളുപ്പമാണ്. പിന്നെ സൈഡിൽ ഇതുപോലെ ഒരു പേപ്പർ ടവൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈയൊന്ന് തുടയ്ക്കാനോ ഒക്കെ എളുപ്പമാണല്ലോ. അപ്പോൾ ഒരുപാട് മെസ്സി അല്ലാണ്ട് നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഉണ്ണിയപ്പം നല്ല ടേസ്റ്റിയുമാണ്, എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പമാണ്, മൈദയും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കാതെ. ഇതിപ്പോൾ രാത്രിയായിട്ടുണ്ട്. അപ്പം നമ്മൾ തലേന്ന് തന്നെ വിഷുക്കണി കാണാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടാണല്ലോ കിടന്നുറങ്ങുന്നത്. അപ്പം എല്ലാവരും കൂടെ നിന്ന് നമ്മൾ വിഷുക്കണി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുകയാണ്. ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ നമ്മുടെ ഫേക്ക് കണിക്കൊന്നപ്പൂ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നാട്ടിൽ പേരമ്മയുടെ വീട്ടിൽ വരുന്ന പ്രസന്ന ചേച്ചി അമ്മയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തതാണ്. അത് മരത്തിൽ നിന്ന് വരുന്നത് പോലെ മുകളിൽ നിന്ന് ഞാൻ തൂക്കിയൊക്കെ ഇട്ടു. പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ രാവിലെ ഒരു 5:30 ഒക്കെ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് വന്ന് കണിയൊക്കെ തൊഴുത് വിളക്കൊക്കെ കത്തിച്ച് ഞാൻ ആദ്യം തന്നെ വിനീതിനെ കൊണ്ടുവന്ന് കണി കാണിച്ചു. ഇതിപ്പോൾ അമ്മയും കൊണ്ടുപോയി അമ്മേനെ കണിയൊക്കെ കാണിച്ച് തൊഴുത് അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ പിള്ളേർ സെറ്റിനെയാണ്. അപ്പോൾ കിച്ചുവിനെ വിളിക്കാൻ ഒരിത്തിരി പാടായതുകൊണ്ട് ആ ജോലി ഞാൻ വിനീതിനെ ഏൽപ്പിച്ചു. കിച്ചുവിനെ കണിയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് നിർത്തി തൊഴിച്ചു. ഇനിയിപ്പോൾ നെക്സ്റ്റ് വാണിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും വന്ന് കണിയൊക്കെ കണ്ട് തൊഴുതിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മുടേത് കൈനീട്ടമാണല്ലോ. അപ്പോൾ അമ്മയുടെ കയ്യിൽ നമ്മുടെ നാട്ടിലെ പൈസ ആയതുകൊണ്ട് അമ്മ എല്ലാവർക്കും നാട്ടിലെ പൈസയൊക്കെയാണ് ആദ്യം തന്നത്. പിന്നെ എല്ലാ വർഷവും നമ്മൾ പൈസ എടുത്ത് അങ്ങനെ കയ്യിൽ വെക്കുന്ന ആ ഒരു ശീലം ഇല്ലാത്തത് കൊണ്ട് വിഷുവിൻ്റെ തലേദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പായിട്ട് ഇത്തിരി പൈസ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും കൈനീട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കാറുണ്ട്. നാട്ടിലാണെങ്കിൽ നമുക്ക് എല്ലാവരുടെ അടുത്തൊന്നും കൈനീട്ടം കിട്ടുമല്ലോ. ഇവിടെ അങ്ങനെ നമ്മൾ തന്നെ ഉള്ളല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും നോക്കാറില്ല. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടം കൊടുത്ത് കൈനീട്ട പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് നേരെ കിച്ചണിലെത്തി ആദ്യം തന്നെ ചോറ് വെക്കാൻ പോവാണ്. ചോറ് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വിനീതിന് ജോലിയും പിള്ളേർക്ക് സ്കൂളും ഒക്കെയുള്ള ദിവസമാണ്. അപ്പോൾ പിള്ളേർക്ക് കൊടുക്കാനുള്ള ലഞ്ചും എയർ ഫ്രയറിൽ റെഡി ആവുന്നുണ്ട്. എനിക്ക് ഇന്നലെ രാത്രി ജോലി ഉണ്ടാവേണ്ടതാണ്. ഞാൻ വേറൊരു കൊളീഗുമായിട്ട് സ്വാപ്പ് ചെയ്തെടുത്തത് കൊണ്ട് എനിക്ക് ഓഫായിരുന്നു. ഇല്ലെങ്കിൽ വിഷുക്കണിയുടെ കാര്യം ഹുവ ആയിപ്പോയേനെ. അപ്പോൾ പിള്ളേർ സെറ്റ് സ്കൂൾ പോകാനുള്ള യൂണിഫോം ഒക്കെ ഇട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കിച്ചു പാലൊക്കെ എടുത്ത് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുത്തെ ദേശീയ ഭക്ഷണമായ ബ്രെഡ് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ
ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് പിള്ളേർ സെറ്റ് ഇതാ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. അവരുടെ സ്കൂൾ ബസ് ഇത്തിരി നമ്മൾ ഫ്രണ്ടിലോട്ട് നടന്നാൽ അവിടെ എത്തും. അപ്പോൾ അവിടെ നിന്ന് അവർ കയറി പൊയ്ക്കോളും. പിന്നെ വിനീതും ജോലിക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മളിനി ബാക്കി കുക്കിംഗ് പരിപാടികളാണ്. അപ്പോൾ പരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു വലിയ വഴുതനങ്ങ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. രാവിലത്തേക്കുള്ള റാഗിപ്പുട്ട് റെഡിയാകുന്നുണ്ട്. പിന്നെ കുറച്ച് മാമ്പഴ പുളിശ്ശേരിയും മോര്, നമ്മുടെ പച്ചമോരും കൂടി റെഡിയാക്കി എടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയ കറികളും ചോറും പുട്ടും മിച്ചം ഉണ്ടായിരുന്നതും ഒക്കെ ഓരോ പാത്രത്തിലാക്കി വെച്ചു. ഇനി പായസത്തിനുള്ള പരിപാടിയാണ്. അടപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാഷ്യൂനട്ടും കിസ്മിസും കുറച്ച് തേങ്ങാക്കൊത്തും നെയ്യിൽ വറുത്ത് വെച്ചു. ഈ ഒരു ബ്രാൻഡിൻ്റെ നെയ്യ് ഇപ്പം നമ്മുടെ കോസ്കോയിൽ വരുന്നതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നെയ്യാണ്. അതുപോലെ നമ്മുടെ അടപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓർഗാനിക് കോക്കനട്ട് മിൽക്ക്, അതും കോസ്കോയിലെയാണ്. 6 ക്യാൻ വരുന്ന ഒരു പാക്കറ്റാണ്. ഇതിനകത്ത് കണ്ടില്ലേ ഇങ്ങനെ അഡീഷണൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ ആകെ ഓർഗാനിക് കോക്കനട്ട് മിൽക്കും വാട്ടറും മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് മിൽക്ക് തന്നെയാണ്. അങ്ങനെ നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞ് എൻ്റെ ക്ലീനിങ്ങും അതിനോടൊപ്പം തന്നെ കഴിഞ്ഞു. എന്നിട്ട് നമ്മുടെ ഡിഫ്യൂസറിനകത്ത് നല്ല ജാസ്മിൻ സ്മെല്ലൊക്കെ വെച്ച് ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡിഫ്യൂസർ ഈയിടെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. പഴയ എൻ്റെ ഇരുന്നതും ഇതേ സെയിം പോലെ ഒരു കുഞ്ഞി ഡിഫ്യൂസർ ആയിരുന്നു. അത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, നല്ലത് തന്നെയാണ്. അപ്പോൾ അതാ നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ സൈഡിൽ നമ്മുടെ ഇന്നലത്തെ പച്ചടിയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞാനും അമ്മയും മാത്രമേ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഷാംലീനെയും കൂടി വിളിച്ചു. ഷാംലിക്ക് ഇന്നലെ നൈറ്റ് ഉണ്ടായിരുന്നു. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഉച്ചയായപ്പോഴത്തേക്കും ഷാംലിയും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. ഷാംലിയും കൂടെ എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. പിന്നെ ഷാംലിക്ക് അടപ്രഥമൻ ശർക്കര പായസങ്ങൾ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഷാംലി അമ്മയ്ക്കൊരു കുഞ്ഞു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത്. ഷാംലിയുടെ പേരൻസ് ഇവിടെ ഉണ്ടായിരുന്നു. ഒരു 2-3 ദിവസം മുമ്പാണ് അവർ നാട്ടിലോട്ട് പോയത്. ഇല്ലെങ്കിൽ അവരും കൂടി വിഷുവിന് ഉണ്ടായിരുന്നേനെ. ഇപ്പൊ സമയം ഓൾമോസ്റ്റ് 2 മണി ആവാറായിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് കറികളൊക്കെ ഇന്നലത്തേതൊന്ന് ചൂടാക്കിയെടുത്ത് ഇന്നത്തെ കറികളൊക്കെ ആയിട്ട് നമുക്ക് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കാം. ആഹാരം കണ്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ചുറ്റിനുള്ളതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഇലയുടെ വീഡിയോ ഒക്കെ എല്ലാം വിളമ്പി വെച്ചിട്ട് എടുക്കണമെന്ന് വിചാരിച്ചതാണ്, അത് മറന്നു. പിന്നെ വൈകുന്നേരം പിള്ളേർ വന്നപ്പം അവർക്ക് സദ്യ വിളമ്പിയത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, അതും മറന്നു. ഇതിപ്പോൾ ദാ വൈകുന്നേരം വിനീത് വന്നിട്ട് വിനീതിന് സദ്യ വിളമ്പിയപ്പോൾ എടുത്തതാണ്. നമ്മൾ സാമ്പാർ യൂഷ്വലി പരിപ്പ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് വിളമ്പാറ്. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതും കൂടി ഞാൻ വിളമ്പി വെച്ചതാണ്. അപ്പം പരിപ്പ്, പപ്പടം, സാമ്പാർ, തോരൻ, അവിയൽ, മെഴുക്കുവരട്ടി, പച്ചടിയൊക്കെ ആയിട്ട് നമ്മൾ കഴിച്ചു. പിന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയും പിന്നെ മോര് കലക്കിയെടുത്തത് പച്ചമോരും ഉണ്ടായിരുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മൾ പഴവും പപ്പടവും ഒക്കെ കൂട്ടി കഴിക്കാൻ നമ്മുടെ അടപ്രഥമനും ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ പായസമായിരുന്നു. അതൊക്കെയായിരുന്നു നമ്മുടെ വിഷു ദിന വിശേഷങ്ങൾ. അപ്പോൾ വിഷുവിന് ഒരു കുറച്ച് ദിവസം മുമ്പ് ഏപ്രിൽ 12-ാം തീയതി നമ്മൾ വിഷുവും ഈസ്റ്ററും കൂടി ചേർത്ത് വർഷത്തിൽ ഒരു ഗെറ്റ് ടുഗദർ വെക്കാറുണ്ട്. അത് ഏപ്രിൽ 12-നായിരുന്നു. അപ്പോൾ അതിൻ്റെ തലേ ദിവസമാണിത്. അപ്പം ഞാനും വിനീതും കൂടി ചേർന്ന് ഒരു കേക്ക് ഉണ്ടാക്കുകയാണ്. ഇതിപ്പോൾ പിറ്റേ ദിവസം ഏപ്രിൽ 12-ാം തീയതി നമ്മുടെ ഗെറ്റ് ടുഗദർ ദിവസം അമ്മദാ നമ്മുടെ കുക്കറിലൊരു പാൽപ്പായസം റെഡിയാക്കുന്നുണ്ട്. ഇപ്രാവശ്യം വളരെ ലിമിറ്റഡ് ഭക്ഷണം മതി എന്നൊക്കെയുള്ളൊരു പ്ലാനിൽ നമ്മൾ ഇപ്രാവശ്യം ലഞ്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മിക്കവാറും ഒക്കെ ഈവനിങ് ആയി പോകാറുണ്ട്. അപ്പോൾ ലഞ്ച് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഭക്ഷണം കഴിക്കാൻ പറ്റുമല്ലോ. ഇത് നല്ലൊരു സൂപ്പർ ഈസി ആൻഡ് എന്താ പറയണ്ടേ, നമ്മൾ കപ്പിയൊന്നും കാച്ചാണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു യമ്മി പാലപ്പമാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഉണ്ണിയപ്പത്തിൻ്റെയും പാലപ്പത്തിൻ്റെയും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നമ്മളെല്ലാവരും ഒരു 12-12:30 മീറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കഴിച്ചു തുടങ്ങാം എന്നൊരു പ്ലാനിലായിരുന്നു. അപ്പം ഞാനൊരു 11:30 ഒക്കെ ആയപ്പോഴത്തേക്കാണ് അപ്പം ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പം ഷാംലിക്കും മഞ്ജൂസിനും വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. മഞ്ജൂസ് നമ്മളെക്കാട്ടിലൊരു കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത്. അപ്പോൾ കറക്റ്റ് 12 മണി ആയപ്പോഴത്തേക്ക് തന്നെ ഷാംലിയും ഫാമിലിയും എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ദിവസം ഷാംലിയുടെ മമ്മിയും പപ്പയും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് അവർ നാട്ടിലോട്ട് പോയത്. അല്ലായിരുന്നെങ്കിൽ വിഷു ദിവസം അവർ നമ്മുടെ കൂടെ കണ്ടേനെ. ഒരു 12:30 ഒക്കെ ആയപ്പോഴത്തേക്കും മഞ്ജൂസ് ആൻഡ് ഫാമിലിയും എത്തി. ഇനി നമ്മുടെ അപ്പം പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഇനി പപ്പടം കാച്ചലും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇനി പപ്പടം കൂടെ കാച്ചി എടുത്തിട്ട് നമുക്ക് നമ്മുടെ വിഭവസമൃദ്ധമായ സദ്യയിലോട്ട് കടക്കണം. ഫുഡ് കഴിച്ചാൽ പിന്നെ ആകെപ്പാടെ ക്ഷീണമാണല്ലോ. അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങാം. ഇപ്രാവശ്യം നമുക്ക് വളരെ ലിമിറ്റഡ്, ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ പപ്പടമുണ്ട്, വെജിറ്റബിൾ സ്റ്റൂ ഉണ്ട്, ബീഫ് കറിയുണ്ട്. അത് മഞ്ജൂസിൻ്റെ വക സർപ്രൈസ് ആയിരുന്നു. പിന്നെ ഷാംലിയുടെ വക ചിക്കൻ കറി, പിന്നെ കുറച്ച് സാലഡ്, അപ്പം, ഗീ റൈസ്. ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ. അയ്യോ തീർന്നിട്ടില്ല, നമ്മുടെ സ്വീറ്റ് പാൽ പായസമായിരുന്നു. അപ്പോൾ ദാ കുറച്ചേറെ പപ്പടം ഇവിടെയും കൂടി കാച്ചി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡെല്ലാം എടുത്ത് ഓരോ സൈഡിലായിട്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. ഇത്തിരി വിഭവങ്ങളെ ഉള്ളെങ്കിലും കഴിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി കഴിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങളെല്ലാവരും വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പം നല്ല ക്ഷീണമാണല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്നൊരു മൂവി കാണാം.
ഒരുപാട് പുതിയ പടമൊന്നുമല്ല, നമ്മുടെ സുമതി വളവ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് സുമതി വളവ് കാണുകയാണ്. അപ്പോൾ മൂവി കാണുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിപ്സും കേക്കും കട്ടൻ ചായയും ഒക്കെ ആയിട്ട് മൂവി കണ്ടു തീർത്തു. ഇനിയിപ്പോൾ എല്ലാവരും പോകാൻ ഇറങ്ങുകയാണ്. എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ കുറേ നാളിന് ശേഷം വന്ന വീഡിയോ ആണെങ്കിലും വീഡിയോയ്ക്ക് ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത്. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കൂ. ടേക്ക് കെയർ. ബൈ.